ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു വീക്കെൻഡ് ആണ്, സാറ്റർഡേ. ആഫ്റ്റർ ലോങ് ടൈം നമ്മുടെ ഓഫീസിൽ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വി ആർ ഗോയിങ് ഔട്ട്. ആൻഡ് ഒരു ഫ്രണ്ടുണ്ട്, ആളെ കുറച്ച് സെലിബ്രിറ്റി ആളായ കാരണം കാണിക്കാൻ പറ്റില്ല. ബട്ട് ദിസ് ഈസ് നമ്മുടെ സ്വന്തം ചിരിക്കുട്ടി. അപ്പം നമ്മളിന്ന് പോകുന്നത് കോവളത്തേക്കാണ് പോകുന്നത്. കോവളത്ത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിക്കാനാണ് പ്ലാൻ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ പുറകെ കാണിക്കാം. High time lingers on, I feel it in the wind. And though we may be gone, our paths may cross again. I saw the rising sun glitter in your eyes. If the golden day should come, I'll see you down the line. Spring is coming up, you can hear it in the fields. മോഡൽ ഏതായിരുന്നു ഇത് 2017 Volvo XC90 T8 Excellence ആണ്. ഓക്കെ. നോർമൽ XC90 എന്ന് പറഞ്ഞാൽ 7 സീറ്റർ ആണ്. അത് ചിലപ്പോൾ ഇൻസ്ക്രിപ്ഷൻ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇത് T8 Excellence ഓൾമോസ്റ്റ് ഒരു 1.5 കോടിക്ക് മുകളിൽ വില വരുന്ന വണ്ടിയാണ്. ഫിഗറേഷൻ ആണ് വണ്ടി. ഓക്കെ. ഒരു അൾട്രാ ലക്ഷറി പോലെ വോഗൊക്കെ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. Spring is coming up, you can hear it in the fields. As the river rolls along, oh how could this be real? A howl at the moon will catch you by surprise, and the golden days will come, I'll see you down the line. But it's all been said before, nothing's certain, that's for sure. So honey, take good care, you'll be fine. ബിസിനസ് ലഘു എന്ന് പറഞ്ഞാൽ ഇസ് ഇറ്റ് റെസ്റ്റോറൻറ്റ്? വാവ്. ബായോ ചെറൈ. അങ്ങനെ ഞങ്ങൾ കോവളം രാജസിൽ വന്നു. ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. I'll see you down the line. But it's all been said before, nothing's certain, that's for sure. So honey, take good care, you'll be fine. Oh, I'll see you down the line. നിനക്കല്ലേ ചിക്കൻ വേണ്ട പറഞ്ഞു.
ഇത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞ സൂപ്പറിന്റെ പേര് എന്തോ ഒരു തമിഴ്നാട് സ്റ്റൈൽ സൂപ്പായിരുന്നു. ബട്ട് നമുക്ക് അതിൻ്റെ അടുത്ത് ചോറും കൂടി വരുന്നുള്ളൂ. ചോറും ഇങ്ങനെ കൂട്ടിയിട്ടാ കഴിക്കട്ടെ. അവന് കൊടുക്കാം. ഞാൻ കുടിച്ചു ചിക്കനൊന്നുമില്ല. ഇത് സൂപ്പ് നമ്മുടെ ചിക്കന്റെ എന്തോ ഒരു സാധനം പറയും. പക്ഷെ പരിപ്പ് കറിയുടെ ടേസ്റ്റ് ആട്ടോ. ചോറും ഇതൊന്നും ആരോടും പറയണ്ട. ചോറും കൂട്ടി വേണേ കഴിക്കാം. ഈ സദ്യയുടെ ഒക്കെ ആദ്യം തുടങ്ങുന്നിടാന്നറിയാം. ഇത് സ്റ്റാർട്ടറാണ്. ആദ്യം ഒഴിക്കുന്നതാണ് പരിപ്പ് കറി. ചോറ് പരിപ്പ്. ചിക്കൻ ബിരിയാണി പയറ് നിറഞ്ഞു. നിനക്ക് വേണമെങ്കിൽ നീ പറയണ്ട, നമ്മള് പതിയെ കഴിച്ചാ. പറയേണ്ടി വരും. നോക്കാം. ഇത് ക്വാളിറ്റി ഭയങ്കര കുറവാണെന്ന് തോന്നുന്നു. ഇതില് മസാലയിലൊക്കെ ചോറ്. എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി? ഓക്കെ. എന്താ പ്രശ്നം എന്തായിരുന്നു? പ്രശ്നം എന്താണോ, കൈമ റൈസ് അല്ല ഒന്നാമത്തെ പ്രശ്നം. ഓക്കെ. പിന്നെ ടേസ്റ്റ് ലൈക്ക് നോർത്ത് ഇന്ത്യൻ ബിരിയാണി. ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. നോർത്ത് മലബാറി ബിരിയാണി അറിയായിരുന്നു. അത് നമ്മൾ ഒരെണ്ണം നോർമലല്ലേ പറഞ്ഞേ. ഒരെണ്ണം അല്ല, നീയാണ് പറഞ്ഞത് അവധി ബിരിയാണി. അവധി ബിരിയാണി. നമ്മളപ്പോ ഇവിടെ ഒരു നോർമൽ ചിക്കൻ ബിരിയാണി, നോർമൽ മട്ടൻ ബിരിയാണിയും അവധി ബിരിയാണി എന്ന് പറഞ്ഞിട്ട് അത് ഒരു പുതിയ ഐറ്റമാണ് കേട്ടോ. അത് വെറൈറ്റി ആണെന്ന് പറഞ്ഞാൽ ഞാനാ പറഞ്ഞത്. പക്ഷെ അവധി ബിരിയാണി ശരിക്കും ബിരിയാണി പണി മുടക്കി എന്ന് പറയുന്ന പോലെ ബിരിയാണിയുടെ ടേസ്റ്റ് ഇല്ല. ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ അറിയത്തില്ലാത്ത ആരോ ബിരിയാണി ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒക്കെ. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേര് മാറി മാറി കഴിച്ചിട്ട് തീരുന്നില്ല. അവസാനം കുത്തി നിറച്ച് കഴിക്കിയത്. ചിലപ്പോ അതുമായിരിക്കും കേട്ടോ, ഇഷ്ടപ്പെടാത്തോണ്ടാണോ അറിയത്തില്ല. സാധാരണ അല്ലാന്നുണ്ട് ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് സാധനം തീരുന്നതാവും. എന്നാലും കുഴപ്പമില്ല. ഒരു ക്വിക്ക് ലഞ്ചിന്റെ ടൈമൊക്കെ കഴിഞ്ഞു. ആൻഡ് നമ്മുടെ സെലിബ്രിറ്റി പോയി. സെലിബ്രിറ്റിക്ക് പ്രാർത്ഥനയ്ക്ക് സമയമായി, നിസ്കരിക്കാൻ പോയി. നമുക്ക് കൈ കേട്ട് റൗണ്ട് അടിക്കാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി. ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ MBAക്ക് പഠിക്കുമ്പം ഇന്റേൺഷിപ്പ് ചെയ്ത ഇവിടെ ആയിരുന്നു. അപ്പോഴേ നമ്മളിവിടെ വരുമ്പം ഈ ഇവിടുത്തെ ആംബിയൻസ് കാണുമ്പോഴേ നല്ല രസമായിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാം. അപ്പോൾ അന്ന് നമുക്ക് ഇവിടെ അത്ര ആക്സസ് ഇല്ല. ഇന്നിപ്പോൾ നമ്മൾ ഗസ്റ്റായിട്ട് വന്നേക്ക് കാരണം നമുക്കതിന് ഇതിനെല്ലാത്തിനും ആക്സസ് ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ സൺസെറ്റും ഈ ബാക്കിൽ കാണുന്ന കടലാണ്. സൺസെറ്റിന് ടൈമായി വരും. ഞാൻ ക്യാമറ തിരിച്ചു കാണിക്കാം. ഡിസംബർ 3 ഇപ്പോൾ ശംഖുമുഖം ബീച്ചിൽ നാവികസേനയുടെ ഒരു ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് നടക്കുന്ന കാരണം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ അവിടെ ട്രയൽ റൺ നടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നല്ലപോലെ കുറേ ഹെലികോപ്റ്റേഴ്സും ഫ്ലൈറ്റ്സൊക്കെ ഇങ്ങനെ റൗണ്ട് അടിച്ചതിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ നമുക്കിന്ന് ഇവിടെ വന്നത് ലാഭമായി. അന്ന് ഷോ കാണാൻ വരും. ഡിസംബർ 3 ഷോ നടക്കുന്നത്. അന്ന് ടിക്കറ്റൊന്നും എടുത്തില്ല. എനിക്കൊന്നും അല്ലാണ്ട് നമ്മൾ വരുവാണെങ്കിൽ കാണാൻ പറ്റും. പക്ഷെ അന്ന് വരാൻ പറ്റും എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ ഇന്നിപ്പോൾ വന്ന കാരണം അവിടെ ട്രയൽ റൺ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഓരോ റൗണ്ട് ഇങ്ങനെ കറങ്ങി ഇതിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ കടലിലേക്കും കുറച്ച് വ്യൂ ഉണ്ട്. ഇന്നിപ്പം പൊതുവെ ക്ലൈമറ്റ് കുറച്ചിങ്ങനെ ഒരു സ്നോയി അങ്ങനെ ഒരു മഞ്ഞ് മൂടിയ പോലത്തെ ഒരു ഇതായ കാരണം ബീച്ച് ആ സൺസെറ്റ് ഇല്ലാത്ത ഏരിയയിലേക്ക് മൊത്തം കടലേതാ സ്കൈ ആണെന്ന് അറിയാൻ പറ്റാത്ത പോലെ ഇരിക്കുക. പക്ഷെ അവിടെ ആയിട്ടൊക്കെ ഇങ്ങനെ കപ്പലും ബോട്ടും ഒക്കെ കിടക്കുന്ന കാണാനുണ്ട്.
മൊത്തത്തിൽ കൊള്ളാം. Well, high time lingers on, I feel it in the wind. And though we may be gone, our paths may cross again. I saw the rising sun glitter in your eyes. If the golden day should come, I'll see you down. ഇപ്പോൾ സമയം 7 മണി ആവാറായി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ സീക്രട്ട് ഫ്രണ്ട് പ്രയറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇനി നമ്മൾ അടുത്തൊരു സ്പോട്ട് തപ്പി പോവാണ്. സ്പോട്ട് തപ്പി പോകാൻ നമ്മളിങ്ങനെ വല്ലപ്പോഴും ക്യാച്ചപ്പ് ചെയ്യാറ് ഞങ്ങൾ 3 പേരും. അപ്പോൾ ഇങ്ങനെ വല്ലപ്പോഴും കാണുന്നതുകൊണ്ട് കിട്ടുന്ന സമയം മാക്സിമം എവിടെയെങ്കിലൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഉദ്ദേശം. ലഞ്ചല്ല ശരിക്കും ലഞ്ചിന് ടൈം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. അതുകൊണ്ട് നല്ലപോലെ ഫുഡ് കഴിച്ചു. ഇനി എന്തെങ്കിലും ഡെസേർട്ട് കഴിക്കണം. നമ്മൾ യൂഷ്വലി പോവാറ് പോൾസ് ക്രീമറിയിലാണ്. അപ്പം മിക്കവാറും പോൾസ് ക്രീമറിയിലായിരിക്കും പോകുന്നത്. അവിടെ ആരും കൂടെ കൺസിസ്റ്റൻറ്റ് നോക്കാം. ഞാൻ പോൾസ് ക്രീമറിൽ പോയി ഐസ്ക്രീം കഴിക്കുന്നതാണ് ആളുടെ. അവിടെ മറ്റിൽഡ കേക്ക് അല്ലേ, അത് ട്രൈ ചെയ്യണതുണ്ട്. അപ്പോൾ നമ്മൾ പോട്ടെ, പോയി നോക്കട്ടെ എവിടെയാണ് പോകുന്നത്. അവിടെ ചെട്ട് കാണിക്കാം. നമ്മുടെ വണ്ടി എവിടെ? ക്ലിപ്പനി കാണാം. പറ്റിക്കണം. താങ്ക് യു. High time lingers on, I feel it in the wind. And though we may be gone, our paths may cross again. I saw the rising sun glitter in your eyes. So finally we came to പോൾസ് ക്രീമറി. പോൾസ് ക്രീമറിയിലാണ് നമ്മൾ എന്താ നമ്മുടെ ഔട്ടിംഗ് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ആസ് യൂഷ്വൽ വി ഹാവ് ഓർഡേഡ് തിരാമിസു ആൻഡ് മറ്റിൽഡ കേക്ക് ആൻഡ് ദുബായ് ചോക്ലേറ്റ് ജിലേബി ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. സെലിബ്രിറ്റീൻ്റെ കാണിക്കാം. നമ്മുടെ ദുബായ് ചോക്ലേറ്റും ഇതുണ്ടായിരുന്നു. തിരാമിസു ഇല്ലേ, തിരാമിസു വന്നു. കഴിച്ചു വേണ്ടല്ല തിരാമിസു പക്ഷെ ഇങ്ങനെ അല്ലല്ലോ ഇരിക്കണം. കഴിക്കില്ല. തിരാമിസു ആണ് ഡൗട്ടാണ്. എടുത്തോ നമ്മുടെ മറ്റുള്ള എന്തെടുപ്പോ ഇതിന്റെ മറ്റേ ഇതില്ല. മറ്റുള്ള കേക്ക് ഒരു രക്ഷയില്ല. ഫീല് തോന്നില്ല. അങ്ങനെ നമ്മുടെ കറക്കം കഴിഞ്ഞിരിക്കുകയാണ്. വിത്ത് പോൾസ് ക്രീമറി വി ആർ വൈൻഡിങ് അപ്പ്.
ശരിക്കും പറഞ്ഞാൽ ഈ വ്ളോഗ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം ഒരു തട്ടിക്കൂട്ട്. പിന്നെ ഒരു മെമ്മറി ആയത് കാരണം ഇവർ രണ്ടുപേരും വല്ലപ്പോഴാണ് കാണുന്നത്, കാരണം വീഡിയോ എടുത്തതേ ഉള്ളൂ അല്ലേ. ആൻഡ് ദിവസം പറയാമല്ലോ, നോക്കട്ടെ പറ്റുവാണെങ്കിൽ അതിൽ ആഡ് സംതിങ് എലോങ് വിത്ത് ദിസ് വീഡിയോ. അതർവൈസ് ഈ കണ്ട കാര്യങ്ങളൊക്കെ മാത്രമേ കാണത്തുള്ളൂ, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ പുറത്ത് പോയത് ഇവരോട് വല്ലപ്പോഴും ഇങ്ങനെ പോകുന്ന കാരണം ഒരു മെമ്മറി പോലെ വീഡിയോ ഇവിടെ കിടക്കട്ടെ എന്നൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ബൈ. മറ്റേ വണ്ടിയാലോ ലൈറ്റ് ഇല്ലേ ഇവിടെ കണ്ടുണ്ട്. സോറി ഗൈസ്, ആ വണ്ടിയിൽ നമ്മൾ സുഖിച്ചു പോയി. അങ്ങനെ ജിലുവിന്റെ ഭവനം എത്തിയിരിക്കുകയാണ്. ജിലുവിന്റെ കുടിലെത്തി. പണ്ട് പറയുന്ന ഓഫീസിൽ നിന്ന് വരുമ്പോഴായിരുന്നു ജിലുവിനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നു. അടുത്ത് ഒരു തവണ എങ്ങനെ ഓർക്കുന്നുണ്ടോ എന്നെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് നിന്നെ അവിടെ കൊണ്ടുവിടാൻ പോകുന്നത്? ബൈ ഗൈസ്, ബൈ ബൈ. ബൈ പറയൂ. ഓൾ ദി ബെസ്റ്റ്. എന്ത്